സൂപ്പർ സോങ് സെലക്ഷൻ. താങ്ക് യു ചേച്ചി. സൂപ്പർടാ, അടിപൊളി, നല്ല സോങ് ആയിരുന്നു, നന്നായി പാടി. ചോദിക്കാം നമുക്ക്. ഹരിച്ചേട്ടാ മോളെ, എന്താ സാർ? നല്ല സെലക്ഷൻ ഓഫ് സോങ്, നല്ല പെർഫോമൻസ്. താങ്ക് യു സാർ. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ അനുപല്ലവി ചരണം ബ്രില്യൻ്റ് ആയിട്ട് പാടി. താങ്ക് യു സാർ. കാരണം ഇത് ഒരുപാട് പ്ലാൻസ് ഉള്ളൊരു പാട്ടാണ്. അപ്പോൾ പ്ലാൻസ് കുറച്ചൊക്കെ സ്ലിപ്പ് വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് സ്ലിപ്സിനേക്കാളും മെയിനായിട്ട് തോന്നിയ പല്ലവിയും എൻ പല്ലവിയും പിച്ചിങ് ഭയങ്കര ഷാർപ്പായിരുന്നു. പൊന്മുളം തൺ ഈ കല്യാണി കറക്റ്റ് ചേർന്നില്ലെങ്കിൽ നമുക്ക് കേട്ടോണ്ടിരിക്കാൻ ഇച്ചിരി പാടാം. അപ്പം എല്ലാ നോട്ട്സും ചേരണം, ഇല്ലെങ്കിൽ നമുക്ക് കേൾക്കുന്നവർക്ക് ആ ഒരു ഫീല് കിട്ടില്ല. പക്ഷേ യുവർ ഗ്രാഫ് ഈസ് സ്റ്റിൽ ഗുഡ്, ഇങ്ങനെ നന്നായിട്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ആലാപ്പ് ഒന്ന് ആദ്യത്തെ പാടിക്കേ, വെരി ബിഗിനിങ്, അതും ഷാർപ്പാ. ഇപ്പോഴും ഷാർപ്പാ, ഷാർപ്പ്. ശരിക്കും ഒന്ന് ശ്രദ്ധിക്കും. ഷാർപ്പ്. ഷാർപ്പ്. അപ്പോൾ അതാണ് ശ്രുതി ഇട്ട് പ്രാക്ടീസ് ചെയ്യണം. ഞാൻ പറഞ്ഞിട്ടില്ല എപ്പോഴും ശ്രുതി. ഇപ്പം ഇത് ഏത് സ്കെയിലാണ് മോള് പാടിയപ്പം? സി ഷാർപ്പ്. ഈ ഷോയിൻ്റെ അന്ന് സി ഷാർപ്പ് കുറേ നേരം ശ്രുതി ഇങ്ങനെ കേൾക്കുക. ആ ശ്രുതി നമ്മുടെ രജിസ്റ്റർ ആവണം. അപ്പോൾ അതാണ് അതിൻ്റെ ബാക്കിയും കൂടി ഒന്ന് പാടാം മോള്. ഫസ്റ്റ് ലൈൻ അല്ലേ? അതെ അല്ലേ? അത് മോളെ അത് കഴിഞ്ഞിട്ട് അതിനു മുമ്പ് കുറച്ച് ബ്രത്ത് എടുത്തോ. അത്രയും വേണം സസ്റ്റൈൻ. അതാണ് മോളവിടെ നീ എടുക്കുന്നില്ല. മോളെ പാടുമ്പോ സരിഗരീസ ഫസ്റ്റ് ഇത് പാടുമ്പോ സരിഗരീസ നമ്മുടെ നിരിഗരി നീ, അതാണത്. നോട്ടൊന്ന് പാടിക്കേ. അവിടെ നിന്നാ തുടങ്ങണ്ടേ? അകാരമായിട്ട് പാടിക്കേ. അതാണ് വരണ്ടേ മോളെ? അതാണ് വരേണ്ടത് മോളെ. അതുപോലെ ലാസ്റ്റ് സസ്റ്റൈൻ നമ്മൾക്ക് കിട്ടുന്നതിന് മുമ്പ് നമ്മൾ ഈ ഒരു സംഗതിക്ക് മുമ്പ് ഒരു ബ്രത്ത് എടുക്കണം. അത്രയും വേണം. ഇത് മോള് കട്ട്. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ കുറച്ച് പോയ കാര്യങ്ങൾ. എന്നാലും യുവർ അറ്റംപ്റ്റ് വാസ് ഗുഡ്. നല്ല, കാരണം ഒരുപാട് പ്രയാസമുള്ള വിദ്യാജിയുടെ ഒരു ഗ്രേറ്റ് സോങ്. വിദ്യാജി കല്യാണിയിൽ കുറേ വേറെ ഏതെങ്കിലും ഒരു സോങ് അറിയാമോ വിദ്യാജി ചെയ്ത കല്യാണിയിലുള്ള മോക്ക്? അറിയില്ല. മറഞ്ഞു നിന്നെന്തിനൻ അറിയില്ല? മനസ്സിലെ കുങ്കുമം വെള്ളി നീല, അത് പറഞ്ഞൂടാ? തുള്ളികളോ ഈ പാട്ട് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ രാഗ ബേസിക് വിദ്യാജിയുടെ സെയിം കൈൻഡ് ഓഫ്. അപ്പൊ അതൊക്കെ മോള് പഠിക്കണം കേട്ടാ. പിന്നെ വിദ്യാജിയെ കുറിച്ച് പറഞ്ഞ കാപ്പി മൊത്തമായിട്ടും ചില്ലറയായിട്ടും കാപ്പി രാഗം എടുത്തിരിക്കുന്ന ഒരാളാണ്. അതെ, ഒരുപാടുണ്ട്. എത്രയോ ജന്മമായൊക്കെ തുടങ്ങി അങ്ങനെ എത്രയോ പാട്ടില്. സോ അത് നമ്മൾ അതൊക്കെ ഒബ്സർവ് ചെയ്യണം. വേറെ ഏതൊക്കെ പാട്ടിലാണ് ഇങ്ങനെയൊക്കെ ചുമ്മാ ഇങ്ങനെ വെറുതെ ഇരിക്കല്ലേ, വേറെ ഒരുപാട് തിരക്കില്ലല്ലോ. അപ്പം ഇതൊക്കെ എടുത്ത് നോട്ട് ചെയ്യണം. ഓക്കെ. എനിവേസ്, നൈസ് പെർഫോമൻസ്. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക ദിയ എന്തോ നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സർ. നല്ല സോങ് സെലക്ഷൻ കേട്ടോ. ദിവ്യയുടെ ശബ്ദത്തിന് ചേർന്ന ഒരു സോങ് ആയിട്ടാണ് ദിയ വന്നിരിക്കണേ. ഒരുപാട് ഭാഗങ്ങളിലൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഓക്കെ. എനിക്ക് ഫസ്റ്റ് ആ ഹമ്മിങ് അത് ഒന്ന് സ്ലിപ്പായി, പിന്നെ അതിൻ്റെ വെരി എൻഡ് അതിൻ്റെ സസ്റ്റെയിൻ കട്ടായി. അതുപോലെ തന്നെ പല്ലവിയുടെയും എൻഡിൽ സസ്റ്റെയിൻ
ടപ്പ് എന്ന് പറഞ്ഞു അങ്ങനെ കട്ട് ചെയ്യരുത് കേട്ടോ മോളെ. അത് നമ്മൾ പെട്ടെന്ന് അതെന്താ പറ്റിയതെന്നുള്ളൊരു രീതിയിലായിപ്പോൾ. സസ്റ്റെയിൻസ് എപ്പോഴും ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഫേഡ് ഔട്ട് പോലെ നമ്മൾ നിർത്തണം. അപ്പോൾ അതിനൊരു രസമുണ്ട്. ഇത് ഇങ്ങനെ പോകുന്ന ആ ഒരു വേവ് നമ്മളങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞ പോലെ ആണ് ഫീൽ ചെയ്യണേ കേട്ടോ. പിന്നെ പല്ലവി കഴിഞ്ഞിട്ടും ഒരു ഹമ്മിങ് ഇല്ലേ, അത് മോള് വേറെ എന്തോ ആണ് പാടി. അതെ, വേറെ എന്തോ പാടിക്കും മോളെ. അത് എന്താ ആ പായിൽ അങ്ങനെ ബ്രേക്ക് ഇല്ല. വരെയുണ്ട്. മോനെ കൺഫ്യൂസ്ഡ് ആണ്. മോനെ അത് എടുക്കുമ്പോഴേ അത്രയും ഒരു എന്താ പറയുക, മോളുടെ പ്ലാനിൽ ഒരു റഷ് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ വളരെ ഡെലിക്കറ്റ് ആയിട്ട് സിമ്പിൾ ആയിട്ട് അങ്ങ് വിടാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ചരണം കഴിഞ്ഞിട്ടുള്ള ആ ഹമ്മിങ്ങും പ്ലാൻസിലൊക്കെ എനിക്ക് ഈ പ്ലാൻസിലൊരു പാടിയിലൊക്കെ ഒരു റഷും ഒരു പൊട്ടിക്കൊരു അറ്റാക്കൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. ബാക്കി ദിയയുടെ ഭയങ്കര വലിയ അഡ്വാൻറ്റേജ് ആണ് ദിയയുടെ വോയിസ് കേട്ടോ. നല്ല വോയിസ് ആണ്. അപ്പം അവിടെ തന്നെ 50% ആയി നമുക്ക് അല്ലേ. ഇനി ബാക്കി 50% മേലെ മാത്രം വർക്ക് ചെയ്താൽ മതി അല്ലേ. ബാക്കിയൊക്കെ നമ്മൾ നന്നായിട്ട് തന്നെ പാടി കേട്ടോ. ഇങ്ങനെ തന്നെ പോട്ടെ. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, പിന്നെ ദിയയുടെ ചേഞ്ച് ആദ്യം വന്ന് ഒരു മാതിരി എങ്ങനെയെങ്കിലും എനിക്ക് ഇവിടെ നിന്ന് പാടിയിട്ട് പോയാൽ മതി ആ ലൈനിൽ അവിടെ നിന്നോണ്ടിരുന്ന ദിയായിരുന്നു. ചിരിക്കേയില്ല. ഇപ്പൊ അവള് എപ്പിസോഡുകൾക്കുള്ള ചിരി അവള് തന്നോണ്ടിരിക്കുകയാണ്. അതെ മോളെ, നീ പൊട്ടയായിട്ടാണ് പാടിയത് കേട്ടോ. താങ്ക് യു മോളെ. വായി ഫുള്ള് പിച്ചോട്ടെ. താങ്ക് യു. എന്ത് വൃത്തിയിട്ട രീതിയിലാണ് മോള് പാടി. ഞാനെങ്ങനെയാണ്. അപ്പൊ ഈ പ്ലസന്റ്നെസ് എപ്പോഴും കീപ്പ് ചെയ്യണം കേട്ടോ മോളെ. ഓക്കെ. ഇപ്പൊ നല്ല രസമുണ്ട് മോള് പാടുന്നത് കാണാനും കേൾക്കാനും ഒക്കെ. ഈ ചേഞ്ച് തന്നെ വലിയൊരു കാര്യം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക. ദേക്കുട്ടി, എന്തോ എല്ലാവരും പറഞ്ഞത് തന്നെ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷഡ്ജ പഞ്ചമ വർജ്യ സ്വരങ്ങൾ, അതേ കല്യാണി, തോടി, കുറെ രാഗങ്ങളുണ്ട് ഇങ്ങനെ. അതിനൊക്കെ ഇങ്ങനെയുള്ളത് അത് നമ്മൾ അതല്ലാതെ ആരെങ്കിലും ഒരു ഗ്രൂമേഴ്സിനോ അല്ലെങ്കിൽ മോള് പാട്ട് പഠിക്കണമെങ്കിൽ അവരോട് ഇങ്ങനെ നമ്മൾ കുറേ പാടി നോക്കണം. അതിൽ ഷഡ്ജ പഞ്ചമ വർജ്യ പ്രയോഗങ്ങൾ എന്ന് പറയും. അത് ആ ഒരു സംഭവമാണ് ആദ്യം സരിഗരി പാടി. കുറച്ചു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തത് തന്നെ. അത് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇതൊക്കെ നന്നായിരുന്നു. ഹരിരാഗ ഗീത അതൊക്കെ നന്നായിട്ട് പാടി കേട്ടോ. അല്ല, ഞാൻ വെരി ഗുഡ് എന്ന് എഴുതിയിട്ടുണ്ട്. തൊണ്ടു പല്ലവി പാടിയത്, അനുപല്ലവി കഴിഞ്ഞ് പാടിയ എക്സലന്റ് ആയിരുന്നു. എക്സലായിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞത് തന്നെ അത് ഒന്ന് വീഴുന്ന പോലെ. അതിപ്പം മോള് വിചാരിക്കും ഇപ്പം ഞങ്ങൾ ഇപ്പം എക്സ്പീരിയൻസ്ഡ് സിംഗേഴ്സാണ് ഓക്കെ എന്ന് പറഞ്ഞാൽ കുറേ വർഷം മോളെക്കാളും കുറേ വർഷം പാടിയതാണ് അന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഞാൻ ഒക്കെ ഉള്ള ഒരു കാലഘട്ടത്തിൽ ഒരുപാട് കോമ്പറ്റീഷന് കൂടിയിട്ടുണ്ടെങ്കിൽ പോലും ഇതുപോലുള്ള റിയാലിറ്റി ഷോകളൊക്കെ നമ്മളെ ശരിക്കും തേച്ചു മിനുക്കി എടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ സൂപ്പർ സ്റ്റാർ പോലുള്ള റിയാലിറ്റി ഷോസ് നടക്കുന്നത്. അപ്പം നിങ്ങൾക്കത് ഭയങ്കരമായിട്ട്, ഞങ്ങൾക്ക് ഇത്രയും വയസ്സിൽ കിട്ടിയ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ കൊച്ചു പ്രായത്തിൽ നിങ്ങൾക്ക് കിട്ടുകയാണ്. കാരണം വിത്ത് വലിയ മ്യൂസീഷ്യൻ്റെ കൂടെയുള്ള ഒരു പ്രാക്ടീസാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. കാരണം ഞാൻ ഒരുപാട് പേർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് കൊണ്ട് എനിക്ക് അറിയാൻ പറ്റും. അത് ഓരോ ആൾക്കാർക്കും പഠിപ്പിച്ചു കൊടുക്കേണ്ട മെത്തേഡ് വേറെയാണ്. അപ്പം അതുകൊണ്ടാണ് പറയണത്. അതുകൊണ്ട് ഈ സംഭവങ്ങളൊക്കെ മോള് നോക്കി അത് എങ്ങനെയൊന്ന് രസകരമായിട്ട് എടുക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞ് മനസ്സിലായി. മോള് എന്നുള്ളൊരു ജസ്റ്റ് ഒരു വെള്ളച്ചാട്ടം പോലെയൊക്കെ അത് മോളുടെ നല്ല ഷാൻ പറഞ്ഞ പോലെ നല്ല വോയിസാണ്. നന്നായിട്ട് പാടാൻ, നല്ല രസകരമായിട്ട് പാടാൻ പറ്റുന്ന ഒരു മോളാണ് മോള്. ബാക്കി ഈ പറഞ്ഞതൊഴിച്ച് ബാക്കിയ സംഗതികളും ഇതെല്ലാം കൊടുത്തു, ഭാവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചേച്ചി പറഞ്ഞതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് പറയാം. അതായത് ഇപ്പം അന്നത്തെ
ലേണിംഗ് അല്ലെങ്കിൽ ലിസ്ണിംഗ് വ്യത്യാസമുണ്ട്, ഇന്നത്തെ ലേണിംഗ് ലിസ്ണിംഗ് വ്യത്യാസമുണ്ടെന്നുള്ള അന്നത്തെ എൻ്റെ ഒരവസ്ഥ ഞാൻ പറഞ്ഞുതരാം. എന്നോടിപ്പോൾ ആരെങ്കിലും പറയാണ് എടാ ഇന്ന ഒരു പാട്ട്, ഞാൻ സ്കൂളിൽ പഠിക്കും, ഇപ്പം ഞാൻ മോളെ പ്രായത്തിലല്ല, മോളെക്കാളും കുറച്ചുകൂടെ വലുത്, ഇപ്പോൾ എൻ്റെ ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് എന്ന് വിചാരിച്ചു. ആ സമയത്ത് ഇപ്പം അവിടെ ഇങ്ങനെ ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു വഴിയുമില്ല. ഒന്നുകിൽ ഒരു ബുധനാഴ്ചയാവണം ചിത്രഹാറ് കാണാൻ വേണ്ടിയിട്ട് ദൂരദർശനിൽ, സത്യം, അല്ലെങ്കിൽ ചിത്രഗീതം. ഗീതമുണ്ട്. ഹിന്ദി ആണെങ്കിൽ ചിത്രഹാറ്, മലയാളം ആണെങ്കിൽ ചിത്രഗീതം, പിന്നെ എപ്പോഴോ ഒരിക്കൽ വരുന്ന ഒരു ചിത്രമാലയും കൂടെ ഉണ്ട്, ചിത്രമാല. ഇത് ഓൺലി വെനസ്ഡേസ് ഓർ തേഴ്സ്ഡേസ്. ഇപ്പം ഹരി എന്നോട് പറയാണ് ഇപ്പം ഇവിടെ ഇരുന്നുകൊണ്ട് ഇക്ക ഇങ്ങനെ ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട്, അത് കേട്ടായിരുന്നോ? സ്പോട്ടിലാണ് നമുക്ക് ഇത്. അതുകൊണ്ട് ഇപ്പോഴത്തെ നമ്മുടെ കൺവീനിയൻസ് ഫാക്ടർ എന്ന് പറയുന്നത് ഭീകരാണ്. അതൊക്കെ നമ്മൾക്കത് എങ്ങനെ സർവൈവ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഭയങ്കര. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എന്താ മാർക്സ്. മാർക്ക് അറിയണ്ടേ? യെസ്. ദിയ കുട്ടി, ഞാൻ തരുന്ന മാർക്ക് 9. താങ്ക് യു. ഷാനിക്ക? മോളെ ഓ 8.5. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ? 8.5. താങ്ക് യു സോ മച്ച്. 26 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. സൂപ്പർ, അടിപൊളി. Ni pa maga